ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് സാമ്പാർ. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണിലെ ഓൾ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു അര കപ്പോളം തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. തുവരപ്പരിപ്പിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം, കാരണം എന്നാലാണ് സാമ്പാറിന് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇത് നന്നായി കഴുകി ഒരു 15 മിനിറ്റെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. അതിനുശേഷം പരിപ്പിന് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരെയെങ്കിലും ഇത് വേവിക്കണം. ഇപ്പോൾ ഈ പരിപ്പ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പ് ഒന്ന് വെന്ത് കിട്ടണ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ എടുത്ത് ഇതിൻ്റെ തൊലിയെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇപ്പോൾ പച്ചക്കറികളുടെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മത്ത, വെള്ളരി, പയറ്, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, വെണ്ടക്ക, കുമ്പളം ഈ പച്ചക്കറികളാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി വെണ്ടക്ക ഒഴികെയുള്ള ബാക്കി എല്ലാ പച്ചക്കറികളും ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അതിലേക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയൊരു സവോളയും ഒരു തക്കാളിയും 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് മുറിച്ചിടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 10 ചാള വെളുത്തുള്ളി ആവശ്യമുണ്ട്. ഇത് ഞാനിവിടെ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടിരിക്കുന്നതാണ്. ഇത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ പച്ചക്കറികളൊക്കെ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിലോളം വന്നാൽ മതി. രണ്ടാമത്തെ വിസിൽ വന്നപ്പോൾ തന്നെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് കലങ്ങി പോവുള്ളൂ. ഈ പച്ചക്കറികളുടെ ഒക്കെ കൂടെ ഞാൻ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടില്ല. വെണ്ടക്ക ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 വിസിലായി. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിരിക്കണം. ഇനി ഇതിൻ്റെ പ്രഷർ പോകുമ്പോഴത്തേനും വെണ്ടക്ക കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വെണ്ടക്ക കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടക്ക ഇതിലൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ വെണ്ടക്ക നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഈ സാമ്പാറിലേക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നത്. ഈ വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെണ്ടക്ക നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ആവശ്യം. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ പുളി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യണം. നന്നായി തിളച്ച് വരണം. ഈ ടൈമിൽ നമ്മൾ ഈ സാമ്പാറിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് കറിക്കായം മറ്റേ കട്ട ആണെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കണം. പൊടിയാണെങ്കിൽ നമ്മൾ താളിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. കട്ടാണെങ്കിൽ അത് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി തിളച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വെണ്ടക്ക വഴറ്റാൻ വെച്ച വെളിച്ചെണ്ണ അല്ലേ, ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചുവന്ന മുളക്, വറ്റൽമുളക് ഇല്ലേ, അത് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 5-6 ചുവന്നുള്ളി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ ചുവന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി വേപ്പില ഇട്ട് കൊടുത്ത് വേപ്പിലയുടെ കളറൊന്ന് മാറി വരുമ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ഈ താളിക്കണേക്ക് ഈ സാമ്പാർ പൊടി ഒന്നുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം നന്നായി ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഈ താളിച്ചത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പെർഫെക്റ്റ് സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പച്ചക്കറി കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരക്കും. ബായ്.